ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? എന്താ കുട്ടി? ചിക്കൻ ചുക്ക. അതെ, ഇത് നമ്മൾ ചിക്കൻ ചുക്കയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെയോ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു. മാത്രമല്ല, ഇത് വളരെ എളുപ്പത്തിൽ അവർ ഉണ്ടാക്കുന്നതും കണ്ടു. ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഇത് പരീക്ഷിക്കുന്നത്. കണ്ണ് നീറാതെ പൊയ്ക്കോളും കാത്തൂട്ടി. ഞാൻ എങ്ങനെയൊക്കെയോ കണ്ണ് നീറാതെ വളരെ വളരെ കഷ്ടപ്പെട്ട് അരിഞ്ഞെടുത്ത സവോളയാണ് കാണിച്ചു തരാം. ഇതേ നോക്കണ്ടോ, ഇത് ഇങ്ങനെയൊന്നും അല്ല, കുറച്ചും കൂടി കട്ടി കുറയ്ക്കാം. മനസ്സിലായില്ലേ? നമുക്ക് കുറച്ചുകൂടി കട്ടി കുറയ്ക്കാം ഇങ്ങനെ അരിയുമ്പോൾ. നമുക്ക് വറുത്തെടുക്കാനല്ലേ. അപ്പോഴത്തേനും ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു. അപ്പൊ എണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കും അതൊക്കെ കണ്ണൊക്കെ നീങ്ങുന്നില്ല. സാരില്ല, പോട്ടെ. അപ്പൊ എണ്ണയൊക്കെ വെച്ച് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കാണിക്കട്ടെ. മുക്കിയിട്ടിരിക്കുകയാണ്, അത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇത് വെച്ച് ഈ മുഴുവൻ ചിക്കൻ നമ്മൾ കറി വെക്കാൻ പോകില്ല, കുറച്ച് നമ്മൾ വറക്കാൻ വെച്ചിരിക്കുകയാണ്. കാത്തൂട്ടിക്ക് എയർ ഫ്രയറിൽ വറുത്ത് കൊടുക്കണമെന്ന് ഇന്നലെ ഇത് വാങ്ങിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു. ഒരിക്കലും ഒരു ഫുൾ ചിക്കൻ വാങ്ങിച്ചിട്ട് എയർ ഫ്രയറിൽ ഞാൻ കുക്ക് ചെയ്തിരുന്നു. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നോക്കണേ. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഈ എണ്ണയിൽ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കത് മാറ്റുമ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നില്ലേ? പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാത്തൂട്ടി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് 2-3 എണ്ണം കാത്തൂട്ടിക്ക് അങ്ങനെ വറക്കാൻ മാറ്റി വയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഈ ചിക്കൻ കഴുകി വന്ന സമയത്തേക്ക് എണ്ണ ചൂടായ എണ്ണയിലേക്ക് ഞാൻ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നമുക്ക് 2 പാർട്ടായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇത് അങ്ങനെ ഒരു ബ്രൗൺ കളറിൽ നമ്മുടെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സവാള വെന്തു. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഈ ചിക്കനിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല ഇട്ടായിരുന്നേ, മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ചും കൂടി ഇടാം കേട്ടോ, ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സവാള വറുത്തത്. ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അതെ, ഇതിനകത്ത് ഞാൻ 1-2 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. ഞാൻ ഒരു അരമണിക്കൂറേ വെക്കുന്നുള്ളൂ, എനിക്ക് തീരെ സമയമില്ല, വിശന്നിട്ട് തീരെ വയ്യ. നമ്മുടെ ചിക്കൻ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇനി നമുക്ക് ചിക്കൻ ചട്ടിക്കകത്താണ് കേട്ടോ വെക്കുന്നത്. ഇത് വെളിച്ചെണ്ണ തന്നെയാണ്, കുറച്ച് വെളിച്ചെണ്ണ ഇച്ചിരി വെച്ച് കൊടുക്കാം. നമുക്ക് മുമ്പേ നമ്മൾ ഉള്ളി വറുത്തില്ലേ, ആ എണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ അത് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ചിക്കൻ ഇടാം. നന്നായിട്ട് ഇളക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത്ര വെള്ളം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ചിക്കനിൽ നിന്ന് ഇറങ്ങിക്കോളും. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് വെന്തപ്പോഴേ നമ്മുടെ കാത്തൂട്ടി വിശക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഇതാണ് നമ്മുടെ ചിക്കൻ ചുക്ക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കാത്തൂട്ടി ഇത്രയും എരിവ് കഴിക്കില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് കഴുകിയാണ് കൊടുത്തത്. പക്ഷെ ഞാൻ കഴിച്ചു. സംഭവം എന്തായാലും സൂപ്പർ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.